നിങ്ങളെ ചിറ്റീന്തും കൂടെ കാണിച്ചു തരാം. ഈ കാണുന്ന സാധനമാണ് നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കുന്ന. പണ്ടൊക്കെ ഈ സാധനം വെച്ചിട്ടുള്ള ചൂല ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴല്ലേ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നീളത്തിലുള്ള ചൂല്, അങ്ങനത്തെ ചൂലൊക്കെ വന്നേ. പണ്ട് എല്ലാ വീട്ടിലുള്ള ചൂലായിരുന്നു ഈ ഒരു ചിറ്റീന്തിൻ്റെ ചൂല്. ഇത് ഉണക്കി ചൂല് കെട്ടി അങ്ങനെയാണ്, അത് ഒരു തൊഴിലായിരുന്നു. ചിലരിങ്ങനെ ഉണക്കി ചൂല് കെട്ടി കൊടുക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞല്ല നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. എൻ്റെ വല്യമ്മ ചൂല ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ചൂലുണ്ടാക്കും. ഇതിനൊരു കായ ഉണ്ടാവും, ചിറ്റിന്തിങ്ക എന്നാണ് ഞങ്ങൾ പറയുന്നത്. നമ്മുടെ ഈന്തപ്പഴം ഇല്ലേ, ഈന്തപ്പഴത്തിൻ്റെ ചെറിയൊരു വെർഷൻ, ഒരു മിനി വെർഷൻ. അത് ഈ ഒരു ഈന്തപ്പഴയുടെ ഒരു ചെറിയ എവിടെയൊക്കെ ഒരു സാദൃശ്യമൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിന്. അപ്പോൾ ഇതാണ് ചിറ്റിയത്. ഇത് വേറൊരു സാധനം കാണിച്ചു തരാം. നമ്മൾ ഈ മലയിലുള്ളവരൊക്കെ എങ്ങനെയാണ് കുടിവെള്ളം എടുക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ പേർക്ക് നല്ല ഡൗട്ട് ഉണ്ട്. നമുക്ക് ഈ മലയിലൊക്കെ ഇങ്ങനെ ഉറവ് വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഈ പാറ ഇടുക്കുകളുടെ ഇടയിൽ കൂടി അങ്ങനെയൊക്കെ ഉറവ് വരുന്ന കുറേ സ്ഥലമുണ്ട്. അതിന് നമ്മൾ ഓലി എന്നാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാവരും, ഓൾമോസ്റ്റ് ഈ മലയിലുള്ള എല്ലാവരും തന്നെ ഇതുപോലുള്ള സ്വന്തമായിട്ട് ഓലികളൊക്കെ ഉണ്ട് മിക്കവർക്കും കേട്ടോ. ആ ഓലി ഞങ്ങൾ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. കുറേ പോകണം, ഇവിടെ പെരുമ്പാമ്പൊക്കെ ഉള്ളത്, അത് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ആ വെള്ളം നമ്മൾ എങ്ങനെയാണ് വീടുകളിൽ വരുന്നതെന്ന് വെച്ചാൽ ആ ഓലിയിൽ നിന്ന് ഓസ് ഇടും. ഇതാണ് ആ ഓസ്. ഇതല്ല, ഇതിനകത്തൊക്കെ വെള്ളമാണ്, ഇതിനകത്തൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഇതങ്ങ് ഈ മലയുടെ താഴെ ഉള്ളവർ വരെ ഈ മേളത്തെ ഓലിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഓസ് ഇങ്ങനെ ഇട്ടേക്കും, ഒറ്റ ഓസൊക്കെ ഇടും. അപ്പോൾ ഇതാണ് ഓസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിൽ കൂടെയാണ് വെള്ളം നമ്മുടെയൊക്കെ വീട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മൾ പടുതാക്കുളമൊക്കെ കുത്തി അതിലേക്ക് ഓസ് ഇടും. അപ്പോൾ അതിൽ വന്ന് വെള്ളം നിറഞ്ഞെടുക്കും, നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാം. ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. ആ വെള്ളത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. ഞാനും ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ എറണാകുളത്തെ ആണെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ രാമക്കൽ മട, അവിടെ കിണർ വെള്ളമാണ്. അപ്പോൾ അവിടുത്തെ ഒക്കെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, നല്ലൊരു വെള്ളം ഇവിടെ ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഇത് ഒറ്റ ഓസായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇവിടെ മിക്ക വർഷവും കാട്ടുതീ വരും. ഫോറസ്റ്റുകാരിടും, അല്ലാതെ കാട്ടുതീ വരും. ആരെങ്കിലുമൊക്കെ തീട്ടിട്ട് കാട്ടുതീ വന്ന് ഇപ്പോൾ ഈ പുല്ല് മൊത്തം കത്തി ഇതായി കുറ്റിയായിട്ട് ഒരു കരിഞ്ഞ മലയായിട്ട് ചില സമയം കാണാം. അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ മറ്റേ തളിർ പുല്ലുകളൊക്കെ വന്ന് നല്ല പച്ചപ്പായിട്ടുള്ള മലയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ അത്യാവശ്യം നീണ്ട പുല്ലൊക്കെ ആയിട്ട് ഈ ഒരു ഇതിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത്, തീ വരുന്ന സമയത്ത് എല്ലാവരും വന്ന് അവരുടെ ഓസൊക്കെ വലിച്ചിടും. ചുറ്റി ഇപ്പം ഞങ്ങളുടെ പറമ്പിലാണെങ്കിലും, അല്ലെങ്കിൽ അവരെടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഈ ഓസെല്ലാം ഉരുകിപ്പോവും, ഭയങ്കരമായിട്ട് ഉരുകിപ്പോവും. അപ്പോൾ പിന്നെ അവർ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും, ഭയങ്കര നഷ്ടമാണ്. ചിലർ അവരുടെ ഓലി മുതൽ മണ്ണ് മാന്തിയിട്ട് മണ്ണിനകത്ത് ഓസ് കുഴിച്ചിടും. അതാകുമ്പോൾ തീ കത്തിയാലും വലിയ പ്രശ്നമില്ല. ആകെ പ്രശ്നം ഇതിൻ്റെ എവിടെയെങ്കിലും ലീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മാന്തി നോക്കേണ്ടി വരും, എവിടെയാണ് ഈ ലീക്ക് വന്നിട്ടുള്ളത്. അതാണ് ഏകമുള്ളൊരു നെഗറ്റീവ് എന്ന് പറയാൻ. ശരിക്കും പറഞ്ഞാൽ കുഴിച്ചിടുന്നതന്നെ നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴാണ് തീയൊക്കെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഇത് ഓടിപ്പടച്ച് വന്ന് രാത്രിയിലായിരിക്കും മിക്കവാറും തീയൊക്കെ വരുന്നത്. അപ്പോൾ വേഗം വന്ന് ഇതൊക്കെ വലിക്കേണ്ടി വരും. ഞങ്ങൾക്കിപ്പോൾ അടുത്തായതാണ് കുഴപ്പമില്ല.